ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കോസ്റ്റ് അക്കൗണ്ടിൻ്റെ സ്കോപ്പാണ് പറഞ്ഞത്. ഏതൊക്കെയായിരുന്നു ആ പോയിൻറ്റുകൾ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്തിട്ട് ഇന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് കോസ്റ്റ് കോൺസെപ്റ്റ്. ഇതാണ് നോക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ പോയിൻറ്റുകൾ കോസ്റ്റ് റെക്കോർഡിംഗ്, കോസ്റ്റ് അലോക്കേഷൻ, കോസ്റ്റ് അസർടൈൻമെൻറ്റ്, കോസ്റ്റ് അനലൈസിസ്, കോസ്റ്റ് കമ്പാരിസൺസ്, കോസ്റ്റ് കൺട്രോൾ, കോസ്റ്റ് ഓഡിറ്റ്, കോസ്റ്റ് റിപ്പോർട്ടിംഗ്. അപ്പോൾ ഇന്ന് നമ്മൾ കോസ്റ്റ് കോൺസെപ്റ്റുകളാണ് നോക്കുന്നത്. ഫോർ അച്ചീവിങ് ദി ഒബ്ജക്റ്റീവ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ്, കളക്ഷൻ ആൻഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് കോസ്റ്റ് ഡേറ്റ ആർ എസെൻഷ്യൽ. കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ വളരെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവാണ് എന്ത്? ഡേറ്റ കളക്ട് ചെയ്ത് കോസ്റ്റ് നമ്മൾ അതിനനുസരിച്ച് ക്ലാസിഫൈ ചെയ്യുക എന്നുള്ളത്. കോസ്റ്റ് എലമെൻറ്റുകൾ എങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് എന്നാണ് നമ്മൾ ഈ ഒരു പാർട്ടിൽ നോക്കുന്നത്. അപ്പോൾ ഒന്നാമത്തേതാണ് കോസ്റ്റ് യൂണിറ്റ്. എന്താണ് കോസ്റ്റ് യൂണിറ്റ് എന്ന് നോക്കാം. ഈ കോസ്റ്റ് യൂണിറ്റ് ഈസ് എ യൂണിറ്റ് ഓഫ് പ്രോഡക്റ്റ് ഓർ സർവീസ് ഓർ ടൈം ഇൻ റിലേഷൻ ടു വിച്ച് കോസ്റ്റ് മേ ബി അസർടൈൻഡ് ഓർ എക്സ്പ്രസ്ഡ് ഫോർ ദി പർപ്പസ് ഓഫ് കോസ്റ്റ് കൺട്രോൾ ആൻഡ് കോസ്റ്റ് റിഡക്ഷൻ. കോസ്റ്റ് കൺട്രോൾ ചെയ്യുന്നതിനും കോസ്റ്റ് റിഡക്ഷൻ്റെയും പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? കോസ്റ്റുകളെ ഒരു പ്രോഡക്റ്റിൻ്റെ ഒരു യൂണിറ്റിനെ, അതിനെയാണ് നമ്മൾ കോസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത്, അല്ലേ? അതായത് ആ ഒരു സമയത്തിനെ, അല്ലെങ്കിൽ ആ ഒരു സർവീസിനെ, അല്ലെങ്കിൽ ആ ഒരു പ്രോഡക്റ്റിൻ്റെ ആ ഒരു യൂണിറ്റ്, അല്ലേ? ഒരു യൂണിറ്റിനെയാണ് നമ്മൾ കോസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത്. ഇതിനെ കോസ്റ്റ് ബേസ് എന്നും പറയാം. അതായത് നമുക്ക് യൂണിറ്റ് നമ്മൾ പറയുന്നത് ഒന്നെങ്കിൽ കോസ്റ്റ് ചിലപ്പോൾ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് യൂണിറ്റിലായിരിക്കാം, ക്വാണ്ടിറ്റിയുടെ ബേസിസിലായിരിക്കാം, ജോബിൻ്റെതായിരിക്കാം, പ്രോസസ്സിൻ്റെതായിരിക്കാം, സർവീസിൻ്റെതായിരിക്കാം. അതാണ് കോസ്റ്റ് യൂണിറ്റ്. മനസ്സിലായോ? ഈ കോസ്റ്റ് യൂണിറ്റ് ഈസ് എ യൂണിറ്റ് ഓഫ് പ്രോഡക്റ്റ് ഓർ സർവീസ് ഓർ ടൈം ഇൻ റിലേഷൻ ടു വിച്ച് കോസ്റ്റ് മേ ബി അസർടൈൻഡ്. നമ്മൾ കോസ്റ്റ് കൺട്രോൾ ചെയ്യാനും കോസ്റ്റ് റിഡക്ഷൻ ചെയ്യുന്നതിനും വേണ്ടിയിട്ട്, അല്ലേ, ഒരു കോസ്റ്റിനെ നമ്മൾ അസർടൈൻ ചെയ്യുന്ന ആ ഒരു യൂണിറ്റിനെയാണ് കോസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത്. രണ്ട് തരത്തിലുണ്ട്. സിമ്പിൾ യൂണിറ്റും ഉണ്ട്, കോമ്പോസിറ്റ് കോസ്റ്റ് യൂണിറ്റും ഉണ്ട്. സിമ്പിൾ കോസ്റ്റ് യൂണിറ്റ് ഉണ്ട്, കോമ്പോസിറ്റ് യൂണിറ്റ് കോസ്റ്റ് യൂണിറ്റും ഉണ്ട്. സിമ്പിൾ കോസ്റ്റ് യൂണിറ്റ് എന്ന് പറയുമ്പോൾ നമ്മളിവിടെ യൂണിറ്റ് എക്സ്പ്രസ് ചെയ്യുന്നത് ഒരു സിംഗിൾ ബേസിസിലാണ്. അപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ പെർ കിലോഗ്രാം, അല്ലെങ്കിൽ പെർ ടൺ, പെർ ലിറ്റർ എന്നൊക്കെ പറയുന്നത് സിംഗിൾ കോസ്റ്റ് യൂണിറ്റ് ആണ്. ഇനി കോമ്പോസിറ്റ് ആവുമ്പോൾ അവിടെ രണ്ട് സിമ്പിൾ യൂണിറ്റുകൾ ചേരും. രണ്ട് സിമ്പിൾ യൂണിറ്റുകളുടെ കോമ്പിനേഷനാണ് കോമ്പൗണ്ട് യൂണിറ്റ്. അതായത് ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ടൺ ആൻഡ് കിലോമീറ്റർ, അത് രണ്ടും കൂടെ ചേർത്ത് നമുക്ക് ടൺ കിലോമീറ്റർ എന്ന് പറയാം. അത് കോമ്പോസിറ്റ് ആണ്. പാസഞ്ചർ ആൻഡ് കിലോമീറ്റർ ചേർത്ത് പാസഞ്ചർ കിലോമീറ്റർ. ഇങ്ങനെ രണ്ട് സിമ്പിൾ കോസ്റ്റ് യൂണിറ്റുകളെ കമ്പൈൻ ചെയ്യുന്നതാണ് കോമ്പോസിറ്റ് കോസ്റ്റ് യൂണിറ്റ്. ഓക്കെ അല്ലേ? അപ്പം ICMൽ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് കോസ്റ്റ് യൂണിറ്റ് ആസ് എ ക്വാണ്ടിറ്റേറ്റീവ് യൂണിറ്റ് ഓർ പ്രോഡക്റ്റ് ഓർ സർവീസ് ഇൻ റിലേഷൻ ടു വിച്ച് കോസ്റ്റ് ആർ അസർടൈൻഡ്. കോസ്റ്റ് കണക്കാക്കുന്നതുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു യൂണിറ്റ്, പ്രോഡക്റ്റിൻ്റെ ഒരു ക്വാണ്ടിറ്റേറ്റീവ് യൂണിറ്റിനെയാണ് കോസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത്. കുറച്ച് എക്സാമ്പിൾസ് പറയുന്നുണ്ട്. കോട്ടൺ ഇൻഡസ്ട്രിയിൽ നമ്മൾ സിമ്പിൾ കോസ്റ്റ് യൂണിറ്റാണ് പെർ ബെയിൽ, സിമൻറ്റിലെ പെർ ടൺ. അപ്പം കോട്ടൺ, സിമൻറ്റ്, ഷുഗർ, കേബിൾ, ടെലിവിഷൻ ഇവിടെയെല്ലാം സിംഗിൾ കോസ്റ്റ് യൂണിറ്റുകളും. പാസഞ്ചർ ട്രാൻസ്പോർട്ട്, ഗുഡ്സ് ട്രാൻസ്പോർട്ട്, ഇലക്ട്രിസിറ്റി, ഹോട്ടൽസ്, ഹോസ്പിറ്റൽ ഇവിടെയെല്ലാം കോമ്പോസിറ്റ് കോസ്റ്റ് യൂണിറ്റുമാണ് നമ്മൾ യൂസ് ചെയ്യാറ്. ഇനി ഒരു പോയിൻ്റാണ് കോസ്റ്റ് സെൻറ്റർ എന്താണെന്ന് നമുക്ക് നോക്കാം. അടുത്ത എന്താണ് നോക്കുന്നത്? കോസ്റ്റ് സെൻറ്റർ. കോസ്റ്റ് സെൻറ്റർ എന്ന് പറഞ്ഞാൽ ഓർഗനൈസേഷണൽ സബ് യൂണിറ്റാണ്. അല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റിയെ നമ്മൾ ചെറിയ സ്മാളസ്റ്റ് സെഗ്മെൻ്റായിട്ട് തിരിക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് കോസ്റ്റ് സെൻറ്റർ എന്ന് പറയാം. അതായത് കോസ്റ്റ് കൺട്രോൾ ചെയ്യുന്നതിനും കോസ്റ്റ് റിഡക്ഷനും വേണ്ടിയിട്ട്, അല്ലേ, അതായത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? കോസ്റ്റ് അസർടൈൻ ചെയ്യുന്നുണ്ട്. ആ ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ടുള്ള സ്മാളസ്റ്റ് സെഗ്മെൻറ്റുകളെയാണ് കോസ്റ്റ് സെൻറ്റർ എന്ന് പറയുന്നത്.
അതായത് ഒരു കോസ്റ്റ് സെൻറ്റർ എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു ഡിപ്പാർട്ട്മെൻ്റ് ആകാം, അല്ലെങ്കിൽ ഒരു സെക്ഷൻ ആകാം, അല്ലെങ്കിൽ ഒരു ലൊക്കേഷൻ ആകാം, അല്ലെങ്കിൽ ഒരു ജോബ് ആകാം, അല്ലെങ്കിൽ ഒരു പ്രോസസ്സ് ആകാം, അല്ലെങ്കിൽ ഒരു പേഴ്സൺ ആകാം, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ് ആകാം, അല്ലെങ്കിൽ ഒരു മെഷീൻ ആകാം, ഒരു ഗ്രൂപ്പ് ഓഫ് മെഷീൻ ആകാം. ഇതെല്ലാം എന്താണ്? കോസ്റ്റ് സെൻറ്ററുകളാണ്. മനസ്സിലായോ? കോസ്റ്റ് സെൻറ്റർ പല തരത്തിലുള്ള ഇതിനെല്ലാം നമുക്ക് എടുത്ത് പറയാം. ടൈപ്പ് ഓഫ് കോസ്റ്റ് സെൻറ്റേഴ്സ് അടുത്ത ക്ലാസ്സിൽ പറയാം. ഇന്ന് നമ്മൾ നോക്കിയത് കോസ്റ്റ് യൂണിറ്റാണ്. ഈ കോസ്റ്റ് യൂണിറ്റ് ഈസ് എ യൂണിറ്റ് ഓഫ് പ്രോഡക്റ്റ് ഓർ സർവീസ് ഓർ ടൈം ഇൻ റിലേഷൻ ടു വിച്ച് കോസ്റ്റ് മേ ബി അസർട്ടൈൻഡ് ഓർ എക്സ്പ്രസ്ഡ് ഫോർ ദി പർപ്പസ് ഓഫ് കോസ്റ്റ് കൺട്രോൾ ആൻഡ് കോസ്റ്റ് റിഡക്ഷൻ. അതാണ് കോസ്റ്റ് യൂണിറ്റ്. സിമ്പിൾ കോസ്റ്റ് യൂണിറ്റ് ഉണ്ട്, കോമ്പോസിറ്റ് കോസ്റ്റ് യൂണിറ്റ് ഉണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞത് കോസ്റ്റ് സെൻറ്റർ ആണ്. കോസ്റ്റ് സെൻറ്റർ എന്ന് പറയുമ്പോൾ ഓർഗനൈസേഷണലിൻ്റെ സബ് യൂണിറ്റ് ആണ്. സ്മാളസ്റ്റ് സെഗ്മെൻറ്റ് ഓഫ് ആൻ ആക്ടിവിറ്റി, അതാണ് കോസ്റ്റ് സെൻറ്റർ. PSC എക്സാമിന് ചോദിച്ചിട്ടുണ്ട് ഈ കോസ്റ്റ് സെൻറ്റർ കേട്ടോ. ഓക്കെ, താങ്ക് യു.